ഗ്ലെന്നിൻ്റെ ഈ ഒരു ചിമ്മിണി എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചത് നമ്മുടെ അങ്കമാലിയിലുള്ള ഗ്ലെന്നിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെയാണ്. ഇത് വരുന്നത് ആലുവ അങ്കമാലി ബൈപ്പാസിലാണ്, മാക്സിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറപ്പള്ളിയുടെയൊക്കെ ഫ്രണ്ട് വശമായിട്ട് വരും. അപ്പോൾ ഇതാണ് അവരുടെ ഷോറൂം. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. മാറ്റ് ഫിനിഷും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഗ്ലോസിയും അവൈലബിൾ ആണ്. ഇതൊരു ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നതാണ്. സെൻട്രലാണ് ഇത് ഐലൻഡ് ചിമ്മിനി വരുന്നത്. ഐലൻഡ് ചിമ്മിനി മാമേ, ഇത് അടുക്കളയുടെ സെൻറ്ററിൽ സ്ലാബ് വന്നിട്ട് അവിടേക്ക് ചിമ്മിണി വന്ന രീതിയിലുള്ള ചിമ്മിണി. അതായത് ഇതിൽ നിന്ന് മീൻ വറക്കുമ്പോൾ അവനെ പോകിയില്ലേ, അത് കംപ്ലീറ്റ് ഇത് വലിച്ചെടുക്കും. അതാണ് ഇതിൻ്റെ പണി. അണ്ട് ഇത് വലിച്ചെടുത്ത് നേരെ പുറത്തേക്ക് കളയും. അപ്പോൾ അടുക്കളയിൽ മീൻ വറക്കണ മണമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവും? ഇപ്പം ഇതേ നമുക്ക് ഇവിടെ നിന്ന് അടുപ്പിൽ പാചകം ചെയ്യുന്ന വിചാരിക്കും. വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണായി. അതെ കണ്ട കറങ്ങണണ്ട, കറങ്ങണണ്ട, നോക്കി കണ്ടാമേ. ഒരു 2 സോൺ വരുന്നുണ്ട്. ബിൽറ്റിൻ ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. അത് 2 സോണിന്റെ ബിൽറ്റിൻ ആയിട്ടും വെക്കുകയും ചെയ്യാം. 2 വേണം, രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചിമ്മിനി സെറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ യൂസ് കിട്ടും. ഒരു സോളാറൊക്കെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് പർപ്പസ് ആയിരിക്കും. ഇതേപോലെ നമ്മുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ്. 20,000 വരുന്നത് കറന്റ് 9,990 വരുന്നുള്ളൂ. അത് ടച്ചും മോഷനും 1200 സക്ഷൻ പവറും വരുന്നത് 9,990 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന മോഡലാണ് കമ്പനി. നമുക്ക് അത് എടുക്കാം. രണ്ടാമതിരിക്കുന്നത് ഒരു ടി വി വെച്ച ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരുപാട് വെറൈറ്റി മോഡലിലുള്ള ചിമ്മിനീസും അടുപ്പുകളും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ വീടിന് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഞങ്ങളിതേ ഇതാണ് കേട്ടോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുക്ക് ടോപ്പ് വെക്കുന്നതിൽ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള സീരീസ് ആണ്. മിറർ ഫിനിഷിൽ അതുപോലെ എഡ്ജ് കാര്യങ്ങളൊക്കെ അകത്തായിരിക്കും. ബ്രോക്കൺ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്ലിമ്മായിട്ട് നമ്മുടെ ഹോബി ഇരിക്കുന്ന പോലെ തന്നെ സ്ലാബിന്റെ മുകളിൽ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും. ഇതിന് എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് 12,500 വരുന്നുള്ളൂ. ഓഫറിൽ 25 വരുന്നതാണ്. 12,500 25,000 വന്നതാണ്, പക്ഷെ 50% ഓഫാണ്. ഇത് വരുമ്പോ ബർണറിന്റെ ലുക്കൊക്കെ മാറും. അത് നമ്മുടെ ട്രിപ്പിൾ റിംഗ് വരുന്നതാണ്. ഹോപ്പ് ടോപ്പ് ആയിട്ടും യൂസ് ചെയ്യാം, നമുക്ക് ബിൽറ്റിൻ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് എത്ര അടുപ്പിന്റെ എത്ര ബർണറിന്റെ വരെയാണ് വരുന്നത്? 4 2, 3, 4, 5. ഇത് വേറൊരു മോഡല് ബർണർ. ഇറ്റാലിയൻ ടൈപ്പാണ്. ഇത് ഇറ്റാലിയൻ ടൈപ്പാണ്. അതെ, ഗ്ലാസ് അല്ലാതെ SS തന്നെ നമുക്ക് ആ ഒരു ബ്രോക്കൺ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. SS ഒരു യൂറോപ്യൻ ടൈപ്പ് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു മോഡലാണ്. ബാക്കിയെല്ലാം ഗ്ലാസ് ആണല്ലേ? അതെ, ഗ്ലാസിന്റെ ആണ്. അതെല്ലാം 8 mm തിക്നെസ് ഉണ്ട്. 5 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. നമുക്ക് അത് പൊട്ടിക്കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടും. എല്ലാം അടിപൊളി. ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനും അതേപോലെ വാറന്റി വരുന്നതാണോ? വാറന്റി വരുന്നതാണ്. എല്ലാ ഗ്ലാസിനും 5 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. 5 ഇയർ. ബർണറിനും അതുപോലെ തന്നെയാണ്. ബർണർ എല്ലാം 2 ഇയർ ആണ് വരുന്നത്. 2 വർഷം. ഒരു മിനിമം ഒരു 20-25 ഇയേഴ്സ് ഒക്കെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് പിടിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ബ്രാസിന്റെ. ശരിയാണ്. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഉള്ളിൽ പോവുക അങ്ങനത്തെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നുമില്ല. ലീക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പാൻ സപ്പോർട്ടും കാസ്റ്ററിന്റെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ അറിയാം അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ. എല്ലാത്തിനും മെറ്റൽ നോബാണ് വരുന്നത് എല്ലാത്തിനും. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 4,500 മുതലാണോ? 4,500 സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ടോപ്പ് ഏതാണ് റേറ്റ്? അതുപോലെ നമുക്ക് 6,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇരിക്കുന്നത്. ഇതല്ലേ? ഇതാകുമ്പോ മോഷൻ ഇതൊന്നും ഉണ്ടാവില്ല, സ്വിച്ചിലായിരിക്കും വർക്ക്. ബട്ടൺ ആണ് വരുന്നത്. അതിന്റെ ഫംഗ്ഷൻ 3 സ്പീഡ് വരുന്നതാണ്. അതുപോലെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. 6,500. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6,500 + 4,500 ഒരു 11 രൂപക്ക് ചിമ്മിനി കിട്ടും. ഓണം പ്രമാണിച്ച് വരുമ്പോഴേക്ക് 9,990 റേറ്റിൽ നമുക്ക് കോംബോ സ്റ്റാർട്ട് ചെയ്യും. 10 രൂപ താഴെ. അടിപൊളി. അടുപ്പ് ഇത് ഏതായിരുന്നു അടുപ്പ് വരുന്നത്? അതിന്റെ അടുപ്പ് നമുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ്. ഈ മോഡൽ 4,500 ഈ ഒരു മോഡൽ വരും. അപ്പൊ റോസ്മി ഫൈനലായിട്ട് അമ്മയും കൂടി തീരുമാനിച്ച് ഇതിന്റെ മറ്റേ ഓട്ടോ ഇഗ്നിഷൻ ഇല്ലേ? ബ്രാസ് ആണ്. ഹെവി ഫ്ലെയിമും ലാസ്റ്റും കൂടുതൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മോഡലാണ്. പാൻ സപ്പോർട്ടും കാസ്റ്ററിന്റെ ഏറ്റവും പ്രീമിയം ആണ് ബ്രാസും. അപ്പൊ ഇതും രണ്ടും ഫൈനൽ ചെയ്തു. ഓക്കെ.
ദോശ മേക്കറാണോ? നമ്മള് നോർമലി ദോശക്കല്ല് തന്നെയാണ്. അത് നമ്മൾ മറ്റേ ഗ്യാസിൽ യൂസ് ചെയ്യുന്നതിന് പകരം ഇത് ഇലക്ട്രിക് ആണെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒഴിക്കുക. ഇത് പൊക്കിയെടുക്കാൻ പറ്റുമോ? ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ. വെയിറ്റും ഇല്ല. എത്ര രൂപയാണ് ഇനി? 1800 ആ റേഞ്ച്. അപ്പോൾ ഗ്ലെന്നിൻ്റെ ഈ ഒരു ഔട്ട്ലെറ്റ് വരുന്നത് ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് വരുമ്പോൾ നമ്മുടെ മാക്സിൻ്റെ ഓപ്പോസിറ്റിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. പടിഞ്ഞാറപ്പള്ളിയിലേക്കൊക്കെ തിരിയണതിന് തൊട്ട് മുമ്പായിട്ടാണ് ഗ്ലെന്നിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ചിമ്മിണിയും അടുപ്പും ഗ്ലെന്ന് തന്നെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തു. അവരുടെ തന്നെ 2 ടെക്നീഷ്യൻസ് വീട്ടിൽ വന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യണ ബാക്കി പരിപാടികളൊക്കെ ഫോളോ അപ്പ് ചെയ്തു. അടുത്തത് അടുപ്പാണ്. അടുപ്പും അവർ തന്നെ ഹോളിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും തന്നിട്ടുണ്ടായി. അത് ഗ്രാനൈറ്റുകാർ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടു. ഇവർ വന്നിട്ട് അത് ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ഫിറ്റപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഗ്ലെന്നിൻ്റെ. ഇനി അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ഇതിൽ വരുന്ന കുറച്ച് സ്റ്റിക്കറുകളുണ്ട്. അതൊക്കെ ഒലിച്ച് കളഞ്ഞ് ഒന്ന് പറഞ്ഞൊക്കെ തന്നു ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് വെക്കേണ്ട കാര്യമായി. ഇനി ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് ഇതിനകത്ത് പൊടിയാവരുത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാചകം അല്ലേ മേ? എങ്ങനെയുണ്ട് ചിക്കൻ? ഫുള്ള് പുകയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. റൂമിലൊരു തുള്ളി സ്മെല്ലില്ലല്ലോ. കംപ്ലീറ്റ് പുകയും മുകളിലേക്ക് പോകുന്നുണ്ട്. അടിപൊളിയല്ല. ഏതായാലും വിലക്കില്ലേ കത്തുന്നു. അങ്ങനെയാണോ? കുഴപ്പമില്ല. കംപ്ലീറ്റ് കംപ്ലീറ്റ് ആണ്ടാ പോണത്. ഒരു തുള്ളി പോലും പുറത്തേക്കുള്ള തുള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വലിച്ചെടുക്കുന്നത്. അങ്ങോട്ട് പോണേനാകെ വലിച്ചു തരണം. പുറത്തേക്ക് പോണേനാകെ വലിച്ചു തരണം. തുള്ളിയില്ലാത്ത പോയി തീർന്നു. എങ്ങനെയുണ്ട്? പുറത്തേക്ക് ആകാശത്തേക്കോ എങ്ങനെയുണ്ട്? ഓണത്തോടനുബന്ധിച്ച് ഗ്ലെന്നിൽ ചിമ്മിണികൾക്കും അടുപ്പുകൾക്കൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കണം കേട്ടോ.